ഇന്ന് ഇതാ വേണ്ടത്. ഇന്ന് മനുഷ്യൻ അല്ലെങ്കിൽ തന്നെ ടെൻഷനാണ്. പുതുവത്സരം മാറാൻ പോകും അല്ലേ? പഴയ വത്സരം മാറി പുതിയ വത്സരം. ആഷ്മിക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇഷ്ടമാണ്. തലച്ചോറൊക്കെ മാറ്റി വെച്ച് ചുമ്മാ ഇതിങ്ങനെ ഒരു ദിവസം എടുത്തായിരുന്നു. വിശപ്പ് മാറാൻ ഭക്ഷണം കഴിച്ചാൽ മതി, ദാഹം മാറാൻ വെള്ളം കുടിച്ചാൽ മതി, ശുഭദിനം. അങ്ങനെ വന്നോ? എല്ലാവർക്കും മൊത്തത്തിൽ നമ്മള് ഒരു മേഖല ഒരു മേഖല വെറുതെ വിടത്തില്ല. ഇനിയും തള്ളുവന്നല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു പാട്ടുകാരി വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ഈ മൂന്നാർ രേഖാ രതീഷ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഹലോ ഹലോ, ഇത് എം തങ്കമണിയാണോ? ഹലോ, ഇത് എം തങ്കമണിയാണോ? എം തങ്കമണിയാണോ? തങ്കമണിയാണോ? സുഖമായിരിക്കുന്നോ? വൈകിട്ട് അത്താഴമൊക്കെ കഴിച്ചോ? ആളിനെ മനസ്സിലായോ? ആളിനെ മനസ്സിലായോ? മനസ്സിലായി. ഓ, ഹാപ്പി ന്യൂ ഇയർ! എന്റെ കൂടെ ഇപ്പൊ ആഷ്മി താജ് ഇബ്രാഹിം ശ്രീകുമാറുണ്ട്. എം തങ്കമണിയുടെ പുതുവത്സര ആശംസ കിട്ടി. എന്തുവാ പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ അവസരത്തിൽ? സമാധാനവും സന്തോഷവും. താങ്ക് യു. ഓക്കെ, തങ്കമണി സുഖമായിരിക്കുന്നല്ലോ തൃശ്ശൂരില്? സുഖം എന്ന് പറയാൻ വയ്യ, വയസ്സായില്ലേ, പ്രായമായതല്ലേ ഉണ്ട്. ഓക്കെ, വയസ്സായി എന്നുള്ള തോന്നല് തന്നെ അപകടമാണ്. വോയിസ് ഓഫ് തൃശ്ശൂർ കേരളത്തിലെ ഏറ്റവും നല്ല ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് സംസ്ഥാന സർക്കാർ അവാർഡ് കൊടുത്ത ആളാണ്. ഓക്കെ, പിറവിയിലൊക്കെ നായിക്ക് ഡബ് ചെയ്ത ആളാ, എന്നിട്ടാ പറയുന്നത് വയസ്സായി. ഓക്കെ, താങ്ക് യു തങ്കമണി. 10-45 കൊല്ലക്കാലം ആകാശവാണിയിൽ ശബ്ദപ്രളയം ഉണ്ടാക്കിയ ആളാണ്. ഓക്കെ, താങ്ക് യു എം തങ്കമണി. MRBയുടെ മോളാണ്. ഓക്കെ, പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും എം തങ്കമണിയെ. അറിയപ്പെട്ട പ്രോഗ്രാം പ്രസന്റർ ആയിരുന്നു ആകാശവാണിയിൽ. അപ്പം നമുക്കിനി വിഷ് യു ഹാപ്പി ന്യൂ ഇയർ ടു തങ്കമണി.